ഫോർ ഡ്രിങ്കിങ് പർപ്പസ് ആണെങ്കിൽ നമ്മൾ നോർമലി UV അല്ലെങ്കിൽ UV പ്ലസ് UF അല്ലെങ്കിൽ RO അല്ലെങ്കിൽ RO പ്ലസ് UV എന്നീ 0.04 മൈക്രോൺ അളവിൽ വരുന്ന സെഡിമെന്റ്സ് വരെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് കാർബൺ ഫിൽറ്ററും സെഡിമെന്റ് ഫിൽറ്ററും UVയും UFും കൂടാതെ എക്സ്ട്രാ ഒരു ആൽക്കലൈന്റെ കാർട്രിഡ്ജ് ഉണ്ടാവും. ഇത് സിങ്കിന് താഴെയാണ് ഈ 2 യൂണിറ്റും വരുന്നത്. UV UF ആൽക്കലൈൻ ഞങ്ങൾ സജസ്റ്റ് ചെയ്യും. നമസ്കാരം. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏകദേശം 80% വാട്ടർ കണ്ടന്റ് ആണെന്നാണ് പറയുന്നത്. ഈ വാട്ടർ കണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏതൊക്കെ ഏരിയയിൽ കൃത്യമായിട്ട് കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ജലത്തിൽ നമുക്ക് എന്താ പറയുക, അഴുക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് മാലിന്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പ്രയോജനം മാത്രമല്ല അതിലുള്ള ദോഷങ്ങൾ എന്ന് പറയുമ്പോൾ ധാരാളം അസുഖങ്ങളായിരിക്കും നമ്മുടെ ശരീരത്തിനെ ബാധിക്കുക. വെള്ളം കൊണ്ടുണ്ടാകുന്ന ജലജന്യ രോഗങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം. അപ്പോൾ ആ ഉപയോഗിക്കുന്ന ജലം, വെള്ളം നമ്മൾ കൃത്യമായിട്ട് ശുദ്ധമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്ന വലിയൊരു പ്രത്യേകതയുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ഞാനിന്ന് വന്നിരിക്കുന്നത് കൊച്ചിയിലുള്ള വാട്ടർ സ്റ്റോറിലാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയേഴ്സ്, അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക, അത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഉത്തരമാവുകയാണ്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് എൻ്റെ കൂടെയുള്ളത് സോനുവാണ്. നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ ടാഗ് ലൈൻ കൊള്ളാം, ഡ്രിങ്ക് പ്യുവർ ലിവ് ഹെൽത്തി. അതങ്ങനെയാണല്ലോ വേണ്ടതല്ലേ? അതെ, തീർച്ചയായും. ഞാൻ ഇൻട്രൊഡക്ഷനിൽ കൂടി പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൗതുകകരമായിട്ടൊരു ചോദ്യം ചോദിച്ച് നമുക്ക് തുടങ്ങാം. വാട്ടർ സ്റ്റോർ എന്താണ്? വാട്ടർ സ്റ്റോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി വാട്ടർ സ്റ്റോർ മീൻസ് നമുക്ക് വാട്ടർ ട്രീറ്റ്മെന്റ് ഒരു സിംഗിൾ സൊല്യൂഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് വാട്ടർ ആണല്ലോ എല്ലാം. തീർച്ചയായും. സോ ഈ വാട്ടറിൽ നമുക്ക് എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ്, ദാറ്റ് മീൻസ് ഫോർ ഡ്രിങ്കിങ് വാട്ട് എവർ ഇറ്റ്. വെള്ളമില്ല എന്തായാലും നമുക്ക് നിലനിൽപ്പില്ല. സോ ആ ഒരു കണ്ടീഷനിൽ ഏത് മോശം വെള്ളത്തിനെ നമുക്ക് ട്രീറ്റ് ചെയ്ത് എങ്ങനെ ഡ്രിങ്കിങ്ങിലോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം കൊണ്ടുവരാം എന്നുള്ളതിൽ ഒരൊറ്റ സിംഗിൾ സൊല്യൂഷനാണ്. അതാണ് വാട്ടർ സ്റ്റോർ. യെസ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം, ഇപ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ UV ട്രീറ്റഡ്, നമ്മൾ മേടിക്കുന്ന കുപ്പി വെള്ളത്തിലൊക്കെ എഴുതിയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഒരുപ്പെട്ടവർക്കൊക്കെ അറിയുന്നൊരു സാധനം UV ട്രീറ്റഡ് എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ്, എന്തൊക്കെയാണ് വെള്ളത്തിലെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? ആക്ച്വലി വെള്ളത്തിൽ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ഉണ്ട്. ശരി. സോ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാട്ടർ ആണ്. അതായത് നമുക്ക് വാട്ടർ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം, അതുപോലെ തന്നെ വെള്ളത്തിന്റെ ക്വാളിറ്റി റിസൾട്ട്, വാട്ടർ ടെസ്റ്റ് റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാം. ബട്ട് കോമൺലി ഫോർ ഡ്രിങ്കിങ് പർപ്പസ് ആണെങ്കിൽ നമ്മൾ നോർമലി UV അല്ലെങ്കിൽ UV പ്ലസ് UF അല്ലെങ്കിൽ RO അല്ലെങ്കിൽ RO പ്ലസ് UV എന്നീ കൈൻഡ് ഓഫ് ഫിൽട്രേഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഒരു സിമ്പിൾ ആയിട്ട് ഒരാൾ പറയുകയാണ് എനിക്കൊരു ബെസ്റ്റ് ട്രീറ്റ്മെന്റ് വേണം എന്നുള്ളത്, സിംപ്ലി നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന RO പ്ലസ് UV ട്രീറ്റ്മെന്റ് ആണ്. UV എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ്. RO എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഓസ്മോസിസ് സിസ്റ്റം. റിവേഴ്സ് ഓസ്മോസിസ് സിസ്റ്റം അല്ലേ? നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൊണ്ട് ഞാൻ എടുത്ത് ചോദിച്ചത്. ഇപ്പം ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ വീട്ടിൽ, എൻ്റെ വൈഫ് ഹൗസിൽ ഞാൻ ആദ്യം വെച്ച സാധനം ഇതായിരുന്നു. കെൻറ്റിൻ്റെ ഈ പറയുന്ന വാട്ടർ പ്യൂരിഫയർ ആയിരുന്നു. അവിടെ പ്രധാനമായിട്ടും ആ ഒരു പ്രദേശം കോട്ടയത്ത് കുമ്മൻ എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരുപക്ഷെ അറിയാമായിരിക്കും, വേനൽ സമയത്ത് നമുക്ക് ഈ വെള്ളം വല്ലാതെ കളറൊക്കെ മാറ്റം വന്ന് മലിനജലമായി തീരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. അവിടെയാണ് നമ്മളിത് യൂസ് ചെയ്തത്. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മളിത് വെക്കുമ്പം ആ സ്ഥലത്തെ വെള്ളത്തിന്റെ അനുസരിച്ചിട്ടാണോ ഇത് നമ്മൾ ഓരോന്ന് ഓപ്റ്റ് ചെയ്യുന്നത്? എങ്ങനെയാണോ? അതെ, തീർച്ചയായിട്ടും. കാര്യം നമുക്ക് ഈ ഓരോ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓരോ വാട്ടറിനനുസരിച്ചാണ്. ശരി. ബിക്കോസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു മെഷീനാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെ ഇതാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ മെഷീൻ അകത്തുള്ളത് UV പ്ലസ് UF എന്ന് പറയുന്ന ഫിൽട്രേഷൻ. ദാറ്റ് മീൻസ് UV എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റും UF എന്ന് പറഞ്ഞാൽ അൾട്രാ ഫിൽട്രേഷൻ എന്നാണ് പറയുന്നത്. ഇതിൽ ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന വെള്ളത്തിലെ ബാക്ടീരിയസിനെ 100% റിമൂവ് ആക്കും, അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യും. അതാണ് UV എന്ന് പറയുന്ന പ്രോസസ് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ ഇതിനകത്ത് സെഡിമെന്റ് ഫിൽറ്ററും കാർബൺ ഫിൽറ്ററും ഉണ്ട്. ശരി. സോ ഈ സെഡിമെന്റ് ആൻഡ് കാർബൺ ഫിൽറ്റേഴ്സ് ആണ് വെള്ളത്തിലുള്ള കളർസ്, നേരത്തെ പറഞ്ഞ പോലെ അല്ലെന്നുണ്ടെങ്കിൽ കളർ ഇഷ്യൂസ് ഒക്കെ വരുമല്ലോ. സോ ആ കളറിനെ റിമൂവ് ചെയ്യുക. സെഡിമെന്റ്സ് ഉണ്ടെങ്കിൽ സെഡിമെന്റ്സിനെ റിമൂവ് ചെയ്യുക. മൈന്യൂട്ട് ആയിട്ടുള്ള സെഡിമെന്റ്സ് 0.004 മൈക്രോൺ അളവിൽ വരുന്ന സെഡിമെന്റ്സ് വരെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ശരി. അതായത് ഒരു കളർ മാറ്റം വരുന്ന ഒരു വെള്ളമാണ് നമ്മുടെ ഇതിനകത്തോട്ട് കിട്ടുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന കുടിക്കാൻ പറ്റുന്ന വെള്ളം വൈറ്റ് ആയിട്ട് കുടിക്കാൻ പാകത്തിനായിരിക്കും. പക്ഷേ അവിടെ പിന്നെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ദ സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയും. ശരി. അതായത് നമുക്ക് ഈ വെള്ളത്തില്
കളർ വരുന്നതിന്റെ റീസൺ ഇപ്പൊ കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി വെള്ളം പല സ്ഥലങ്ങളിൽ പല പേരിൽ അറിയപ്പെടും. സോ ആ വെള്ളമാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് വരാൻ ചാൻസസ് ഈ വെള്ളം ക്ലോറിനേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് വരിക. തീർച്ചയായും. സോ അതിനകത്തൊരു ക്ലോറിന്റെ സ്മെല്ലും കളറും പിന്നെ ചിലപ്പോൾ യെല്ലോയിഷ് കളറും ചൊവ്വയൊക്കെ ഉണ്ടാവും. അത് എല്ലാം 100% മാറും. ഇത് വെച്ചാൽ മതി മാറും. ബട്ട് നമ്മുടെ വെള്ളം കിണറോ കുഴൽ കിണറോ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ കളർ വേരിയേഷൻ വരാനുള്ള റീസൺ എന്താണെന്ന് നമുക്ക് അറിയില്ല. ചിലപ്പോൾ അയൺ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇഷ്യൂസ് വരാം. വെള്ളത്തിൽ അയൺ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് റെഡിഷ് അല്ലെങ്കിൽ യെല്ലോയിഷ് കളർ വെള്ളത്തിന് വരാം. സോ അങ്ങനെ ഒരു കൺസേൺ ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക് ഇൻ UV മെഷീൻസ്. കാര്യം UV മെഷീനിലും UF മെഷീനിലും മിനറൽ കണ്ടന്റ് എക്സസ് മിനറൽ കണ്ടന്റ്സ് ഉണ്ടെങ്കിൽ വർക്ക് ആവത്തില്ല. നമുക്ക് പ്രോപ്പർ ഔട്ട്പുട്ട് കിട്ടില്ല. നമുക്ക് എക്സാക്ട് മിനറൽ റിഡക്ഷനും എക്സസ് മിനറൽ കണ്ടന്റ്സ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് സിസ്റ്റം, അതായത് RO സിസ്റ്റം വെച്ചാൽ തന്നെ ചെയ്യണം. എന്നാലും നമുക്ക് എക്സാക്ട് റിസൾട്ട് ഔട്ട്കം ആയിട്ട് കിട്ടത്തുള്ളൂ. RO സിസ്റ്റം ഉള്ള ഇത് RO ആണോ? അതെ. ഇത് കെന്റ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ RO പ്യൂരിഫയർ ആണ്. ഇത് ROയിലൂടെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള വെള്ളമാക്കി കിട്ടും 100%. ഇതിനകത്ത് പറഞ്ഞു. അതായത് അതിലെന്ന് പറയുന്ന ഒരു ഔട്ട്ലെറ്റ് ട്യൂബ് ഉണ്ടാവും, ഇതിലുണ്ടാവില്ല. നമുക്ക് നോർമൽ UV UF 1 ലിറ്റർ വെള്ളം മെഷീൻ ഉള്ളിലോട്ട് പോയാൽ ആ 1 ലിറ്റർ വെള്ളവും നമ്മൾ പ്യൂരിഫൈഡ് ആയിട്ട് അവർ തരും. അല്പം പോലും നമ്മൾ വെളിയിൽ പോകുന്നില്ല, വേസ്റ്റ് ഇല്ല. ബട്ട് ഇനി ROയിൽ വരുമ്പോഴത്തേക്ക് വരുന്ന വെള്ളത്തിനെ പ്യൂരിഫൈ ചെയ്ത് ഡിവൈഡ് ചെയ്യും. നമുക്ക് കുടിക്കാൻ പാടില്ലാത്ത ഇംപ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ഒരു ട്യൂബിലൂടെ ഔട്ട്ലെറ്റ് ട്യൂബിലൂടെ പുറത്തോട്ട് പോകും. ബാക്കിയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് 1 ലിറ്റർ വെള്ളം കൊടുത്താൽ നമുക്കൊരു അറൌണ്ട് 50 to 70% ആയിരിക്കും നമുക്ക് കിട്ടുക. ബാക്കി വേസ്റ്റ് ആയിട്ട് പോകും. ബട്ട് കിട്ടുന്ന വെള്ളം ധൈര്യമായിട്ട് നേരിട്ട് നമുക്ക് എടുത്ത് കുടിക്കാം. ബോയിൽ പോലും ചെയ്യാതെ എടുത്ത് കുടിക്കാം. ഇതിനാണ് പ്രത്യേകത. ഞാൻ ഇതിനകത്ത് ഒരു സംശയം ചോദിച്ചോട്ടെ. ഇതിവിടെ ആൽക്കലൈൻ ഞാൻ കണ്ടു. ഇതെന്താണ് പ്രോഡക്റ്റ്? ആക്ച്വലി ഇത് കെന്റ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആൽക്കലൈൻ പ്യൂരിഫയർ ആണ്. അതായത് സെയിം നമ്മൾ മുന്നേ സംസാരിച്ച പോലെ UV plus UF ഫിൽട്രേഷൻ ആണ് വരുന്നത്. എക്സ്ട്രാ ആൽക്കലൈൻ ഉണ്ടാവും. അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് pH വാല്യൂ എന്ന് പറയും. pH വാല്യൂ ഇൻ ബിറ്റ്വീൻ 6.5 - 8.5 നടുവിലാണ് ഡ്രിങ്കിങ് വാട്ടറിന്റെ വരുന്നത്. അപ്പൊ ചില സ്ഥലങ്ങളിൽ ഇത് കുറവായിരിക്കും. സോ ആ pH ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൽക്കലൈൻ കാർട്രിഡ്ജ് എന്ന് പറയും. അതായത് ഈ പ്യൂരിഫയറിനകത്ത് കാർബൺ ഫിൽറ്ററും സെഡിമെന്റ് ഫിൽറ്ററും UVയും UFും കൂടാതെ എക്സ്ട്രാ ഒരു ആൽക്കലൈൻ്റെ കാർട്രിഡ്ജ് ഉണ്ടാവും. സോ ആഫ്റ്റർ പ്യൂരിഫിക്കേഷൻ നമ്മുടെ വെള്ളത്തിലെ pH വാല്യൂ ഇൻക്രീസ് ചെയ്ത് നമുക്ക് തരും. ഇത് ഈ ആൽക്കലൈൻ വാട്ടർ ഒക്കെ പറയുമ്പോഴത്തേക്കും പലപ്പോഴും ഇത് കൃത്യമായിട്ട് കഴിക്കുന്നവർക്ക് വയറിനൊക്കെ ഭയങ്കര സുഖമായിരിക്കും. അത് pH കുറവാണെങ്കിൽ അസിഡിക് എന്ന് പറയും. വാട്ടർ ആസിഡ് കണ്ടന്റ് കൊണ്ട് ഡൈജഷൻ ഇഷ്യൂസ് ഒക്കെ വരും. നമുക്ക് കാര്യം അറിഞ്ഞു ട്രീറ്റ് ചെയ്യും. വയസ്സായ ആൾക്കാരൊക്കെ രാത്രി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ബട്ട് അതിലുള്ള ഫാക്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതില് ഒരുപക്ഷെ അറിയുന്നവർക്ക് ഫുഡിനെ ഭയങ്കര ഇതായിട്ട് കഴിക്കുന്നവർക്ക് അറിയാം pH വാല്യുള്ള ഫ്രൂട്ട്സ് അവർ രാത്രി കഴിക്കും എന്ന് പറഞ്ഞ പോലെ pH വാല്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളത്തിൽ. അങ്ങനെയുള്ളൊരു പടം ഞാനിപ്പോൾ വളരെ യാദൃശ്യമായിട്ട് ഞങ്ങൾ തമ്മിൽ ഇത് സംസാരിച്ചിട്ടില്ല, യാദൃശ്യമായിട്ട് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചത് ഈ ഒരു നോർമലി ഇതൊക്കെ എത്ര രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ടെന്നേ സാധാരണ ഒരു വാട്ടർ പ്യൂരിഫയർ? നമുക്ക് നോർമലി ഒരു 6,500 ഓൺവേഴ്സ് പ്യൂരിഫയേഴ്സ് അവൈലബിൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അത് ഡിപ്പെൻസ് ആണ് നമുക്ക് ഓരോരുത്തരുടെ കാര്യം. നമുക്കിപ്പോൾ ഒരു കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് കസ്റ്റമറിന് 6,000 രൂപയുടെ ഒരു പ്യൂരിഫയർ അല്ലെങ്കിൽ 7,000 രൂപയുടെ ഒരു പ്യൂരിഫയർ എന്നല്ല. ഞങ്ങൾ മൾട്ടി ബ്രാൻഡ് ചെയ്ത് അവർക്ക് അവരുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി പോസിബിൾ ആണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് തന്നെ പറയും. തീർച്ചയായും. ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വാട്ടർ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. കാര്യം നമ്മുടെ ഒരു കിണർ വെള്ളമാണെന്നുണ്ടെങ്കിൽ താൽക്കാലിക ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് കാര്യമില്ല. കാര്യം ഇന്ന് ഉള്ള വാട്ടറിന്റെ സ്വഭാവം ആയിരിക്കത്തില്ല 1 or 2 years കഴിഞ്ഞ്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് മാക്സിമം യൂസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾ ദി തിങ്സ് കസ്റ്റമറിന് എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് ഇങ്ങനെ ചോദിച്ചോട്ടെ, ഒരാള് അവരുടെ വീട്ടിലെ വെള്ളവും കൊണ്ട് വന്നാൽ നിങ്ങൾ TDS ഉൾപ്പെടെയുള്ള വാട്ടർ ചെക്കിംഗ് നടത്തി അതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ അല്ലേ കൊടുക്കുക? തീർച്ചയായിട്ടും. അതാണ് ഒറ്റ വാക്കി പറയേണ്ടത്. കൃത്യമായിട്ട് വെള്ളവും കൊണ്ട് വന്നാൽ ഓൾറെഡി ഉള്ള നമുക്കൊരു വീട്ടിലോട്ട് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിന്റെ ചെക്കിംഗ് മുഴുവൻ നടത്തി അതിന് കുടിക്കാൻ പാകത്തിനാക്കി തരുന്നു. അതിനുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് തരിക ചെയ്യും. യെസ്, പെർഫെക്റ്റ്. ഞാനൊരു ചെറിയ കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഇതിൻ്റെ ഒരു സർവീസ് ഏരിയയും കൂടെ ചോദിക്കാനുണ്ട്. കാര്യം ഇപ്പം ഒരുപാട് അഴുക്ക് വരുന്ന ഒരു ഏരിയ, അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് ഇതിന്റെ ഫിൽട്രേഷൻ ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിന്റെ ഒരു സർവീസ് ഓറിയന്റേഷൻ എങ്ങനെയാണ്? ഇത് സാധാരണഗതിയിൽ നമുക്ക് ഓരോ കസ്റ്റമറിനും ഇത് കമ്പനീസ് അക്വാഗാർഡ് ചെയ്യുന്നുണ്ട്, കെന്റ് ഉണ്ട്, പ്യോർ എല്ലാം ഉണ്ട്. അങ്ങനെ മൾട്ടി ബ്രാൻഡഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാത്തിലും ഒരു RO plus UV അല്ലെങ്കിൽ UV UF മെഷീൻ്റെ
ഫിൽറ്ററിന്റെ ലൈഫ് എന്ന് പറയുന്നത് അതിന്റെ യൂസിങ് കപ്പാസിറ്റി അനുസരിച്ച് 6,000 to 9,000 ലിറ്റർ ആണ് എല്ലാ കമ്പനീസും പറയുന്നത്. 6,000 to 9,000. പക്ഷേ അത് നമുക്ക് ഒരിക്കലും 1 വർഷം എന്നോ 2 വർഷം എന്നോ അല്ലെങ്കിൽ 6 മാസം എന്നോ പറയാൻ പറ്റില്ല. ബിക്കോസ് ഡിഫറെന്റ് ആണ്. ഓരോ കസ്റ്റമേഴ്സിന്റെ വെള്ളത്തിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും, വീട്ടിലുള്ള ആളുടെ മെമ്പേഴ്സിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും, യൂസിൽ വ്യത്യാസം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടിൽ 3 പേരുള്ള വീടാണ്. സോ മേ ബി ഇവിടെ ഇപ്പം നമുക്കൊരു എൻ്റെ വീട്ടിൽ 1.5 വർഷം വരെ ഈ ഫിൽറ്റർ മേ ബി പോയി വരാം. ബട്ട് സാറിന്റെ വീട്ടിൽ ഒരു 6 പേരോ 10 പേരോ ഉള്ള ഒരു 6 പേരുള്ള വീടാണെങ്കിൽ അവിടെ യൂസ് കൂടുതലായിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ 6 മാസത്തിലോ 8 മാസത്തിലോ ഇറ്റ്സ് ഡിപ്പെൻസ് ആണ്. പല സ്റ്റോറിൽ പോയാലും അവർ ഇതൊന്നും പറയത്തില്ല. ഞങ്ങൾ ഫിൽറ്ററിൽ പറയുന്നത് വെച്ചാൽ ഈ സാധനം നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഇതിന് പ്രോപ്പർ സർവീസ് കൊടുത്താൽ മാത്രമേ ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാകത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് യാതൊരു സംഭവം ഉപയോഗം ഉണ്ടാവില്ല നമുക്ക്. അതായത് നിങ്ങൾക്കിത് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഫിൽട്രേഷൻ്റെ പ്രശ്നങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അത് സർവീസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. അതെ, പ്രോപ്പർ സർവീസ്. ഇപ്പോൾ നമ്മൾ വണ്ടികൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സർവീസ് ഒരു കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുക ഇത് പറയും, ഇത്ര കിലോമീറ്റർ ഓടണം എന്നാ പറയാം. അതിപ്പോൾ 1 വർഷം കൊണ്ടെന്നല്ല അവർ പറയുന്നത്, കിലോമീറ്റർ കണക്കാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇതിലും കൃത്യമായിട്ടുള്ള. അതിൽ ഈ പറഞ്ഞ ഫിൽറ്ററൊക്കെ മാറിക്കൊടുക്കും, AC ഫിൽറ്റർ മാറിക്കൊടുക്കും, അതുപോലെ ബ്രേക്ക് പാഡ് മാറി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഫിൽറ്റർ കൃത്യമായിട്ട് നമ്മൾ മാറിക്കൊടുത്തിട്ടാണ് മാനേജ് ചെയ്ത് പോകുന്നത് അല്ലേ? യെസ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പലപ്പോഴും പലരും ശ്രദ്ധിക്കാത്തൊരു സംഗതിയാണ്, സ്റ്റക്കായി വെള്ളം വരാതാകുമ്പോഴത്തേക്കാണ് പലരും ഇതിനെ എടുത്ത് അഡ്രസ്സ് ചെയ്യുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് പറയും, ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു ഈ പറയുന്ന സാധനത്തിനൊക്കെ വെള്ളം സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതെ അതെ. ഇപ്പോൾ എത്ര തൊട്ട് എത്ര വരെയാ? ഒരു 6.2 ലിറ്റേഴ്സ് ആണ് മിനിമം വരുന്നത് സ്റ്റോറേജ്. 6.2 ലിറ്റർ ഇൻബിൽറ്റ് മെഷീനകത്ത് സ്റ്റോറേജ് ഉണ്ടാവും. അതുപോലെ അപ് ടു 16 ഉണ്ട്. പിന്നെ കൊമേഴ്ഷ്യൽ ചെയ്യുമ്പോൾ 25 ലിറ്റേഴ്സ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ, ഇൻബിൽറ്റ് 25 ലിറ്റേഴ്സ്. ഈ ഇരിക്കുന്ന മെഷീനൊക്കെ 25 ലിറ്റേഴ്സ് ഇൻബിൽറ്റ് സ്റ്റോറേജ് ആണ്. ഓ, അത് ശരി. നമുക്കൊരു അത്യാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതാണ്. ജ്യൂസ് ഷോപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പ്രിഫർ ചെയ്യുന്നതാണ്. അവർക്ക് ടീ മേക്കിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്നത്. റെസിഡൻഷ്യലും കൊമേഴ്ഷ്യലും നമ്മളിവിടെ ഉണ്ടല്ലേ? എല്ലാ സംഗതികളും ഉണ്ട്. അപ്പൊ ഇതില് നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഗതികൾ ഞാനിവിടെ കണ്ടു. അതെ, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഇതെല്ലാം ഇൻലൈൻ ഫിൽറ്റേഴ്സ് എന്ന് പറയും. അതായത് നമുക്ക് വരുന്ന വെള്ളം ഓൺ ടൈമിൽ ഫിൽറ്റർ ചെയ്ത് നമുക്ക് ആ സമയത്ത് കൺസ്യൂം ചെയ്യുകയോ കളക്ട് ചെയ്ത് വെക്കുകയോ വേണ്ടി വരുന്നത്. സ്റ്റോറേജ് ഇല്ല. ഇലക്ട്രിസിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഇതെന്ന് പറയാൻ നോർമലി സ്പേസ്, കൺജസ്റ്റഡ് സ്പേസ് ആയിട്ടുള്ള പല ഇപ്പോഴത്തേക്ക് വീട്ടിലൊക്കെ ഇന്റീരിയർ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വരുമല്ലോ. അപ്പൊ ആ സ്പേസിന് സ്യൂട്ടബിൾ ആയിട്ട് പ്രിഫർ ചെയ്യുന്ന തിങ്സ് ആണ്. അതായത് എന്താ നമ്മുടെ വണ്ടിക്കകത്തിരിക്കുന്ന ഇപ്പോഴത്തെ ഉള്ള ആൻഡ്രോയിഡ് സിസ്റ്റം പോലുള്ള അത്രയും സ്ലിം ആയിട്ടുള്ള സിസ്റ്റംസ് ഒക്കെയാണ് വരിക. അത് അതുപോലെ സ്ലിം ആയിട്ടിരിക്കും, ആ ഇന്റീരിയറുമായിട്ട് ചേർന്നിരിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ അണ്ടർ ദി സിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. നമുക്ക് സിങ്കിന്റെ താഴെ ആയിരിക്കും ഫുൾ സിസ്റ്റം വരിക. നമ്മൾ മുകളിൽ നമുക്ക് സാധാ കിച്ചൺ സിങ്കിലേക്ക് വാഷ് ചെയ്യാൻ വരുന്ന ഒരു ടാപ്പ് പോലെ ജസ്റ്റ് ഒരു ടാപ്പ് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളത്. സോ അതെന്ന് പറയുന്നത് ഈ ഒരു വേരിയന്റ് ആണ്. ഇത് ആക്ച്വലി ഭാഗമാണ്. ഇത് സിങ്കിന് താഴെയാണ് ഈ 2 യൂണിറ്റും വരുന്നത്. ശരി ശരി ശരി. ഇത് രണ്ടും ഇത് ഫിൽറ്ററിംഗ് യൂണിറ്റും ഇത് ടാങ്കുമാണ്, സ്റ്റോറേജ് ടാങ്ക്. സോ ഇത് നമ്മുടെ സിങ്കിന് താഴെ വെച്ച് ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ നേരെ ചുമരിൽ നമുക്ക് കാണുന്ന ഒരു സിംഗിൾ ടാങ്ക്, ഒരു ടാപ്പ് മാത്രമാണ്. ജസ്റ്റ് ടാപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും പ്യൂരിഫൈഡ് വാട്ടർ വരുന്നു. സ്പേസ് ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു വാൾ മൗണ്ടില് വാട്ടർ പോയിന്റ്, പവർ പോയിന്റ് അങ്ങനെ യാതൊന്നും വരില്ല. എല്ലാം അണ്ടർ ദി സിങ്കിൽ വരും. കേട്ടോ, ഇതും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതാണ് ആ പ്രൊഡക്റ്റ് എന്നുള്ളത് വന്ന് കാണുമ്പോഴാണ് നമുക്ക് അവിടെയും ഇതാണ് പ്രൊഡക്റ്റ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ചോദിച്ചാൽ പുതിയ ബിൽഡേഴ്സ് എല്ലാം പ്രിഫർ ചെയ്യുന്നത് ഇത് തന്നെയാണല്ലേ? ഇതെന്താണാവോ കുറെ ടാങ്കുകൾ കാണുന്നുണ്ടോ? അതെ, ആക്ച്വലി ഇതെന്ന് പറയുന്നത് ആക്സിയോൺ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ നോർമൽ, ഹോട്ട് ആൻഡ് കോൾഡ് രണ്ടും ഉണ്ട്. 3 ഉണ്ട്. നോർമൽ വാട്ടറും കിട്ടും, കോൾഡും കിട്ടും. 3 സിസ്റ്റവും കൂടിയുള്ള റിവേഴ്സ് ഓസ്മോസിസ് സിസ്റ്റം പ്യൂരിഫിക്കേഷൻ വരുന്ന ആക്സിയോൺ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു സിസ്റ്റമാണ്. കാര്യം നമ്മളൊരു ചെറിയ വീട്ടിലൊക്കെ ഈ ഗ്യാസും ഫ്രിഡ്ജിൽ വെള്ളം വെച്ചെടുക്കുക എന്നൊക്കെ ഒരു കൺസേൺ എന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. പ്യൂരിഫൈഡും ആണ്, ആസ് വെൽ ആസ് നമുക്ക് ഹോട്ട് ആൻഡ് കോൾഡും കിട്ടുകയും ചെയ്യും. പിന്നെ അതിന്റെ ആഫ്റ്റർ സപ്പോർട്ടും കുറച്ചുകൂടി ഈസിയാണ്. അതായത് ഫിൽറ്റേഴ്സ് ഒക്കെ മാറാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്താൽ മതി. ബാക്കിയെല്ലാം നമ്മൾ മെഷീൻ വരെ റിമൂവ് ചെയ്ത് ചെയ്യേണ്ടി വരും. കുറച്ചുകൂടി ഈസിയാണ്. ഇതൊക്കെ വന്നിട്ടോ ഇതെല്ലാം ഇതെന്ന് പറയുന്നത് ഞങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്ന മോഡൽസ് ആണ്. സോ ഒരു ഫോർ എക്സാമ്പിൾ നമ്മുടെ എല്ലാത്തരം കസ്റ്റമേഴ്സിനും ഒരേ ഇമ്പോർട്ടൻ്റ് ആണ് കൊടുക്കുന്നത്. സോ ഒരു സാധാരണ ഏറ്റവും കുറഞ്ഞ കോസ്റ്റില് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ഞങ്ങൾ അംഗൻവാടിയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കെന്ന് പറയുന്നത് മാക്സിമം കുട്ടിയേക്കാണ്. അപ്പോൾ മാക്സിമം സ്റ്റോറേജ് ഉള്ള
ഒരു നല്ലൊരു പ്യൂരിഫയർ വിത്ത് ബെസ്റ്റ് കോസ്റ്റ് എന്നുള്ള സംഭവമാണ് വരിക. അങ്ങനെയാണ് ഇതിനൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ടാവും? ഇത് ആക്ച്വലി 16 ലിറ്റർ സ്റ്റോറേജ് ഉള്ള മെഷീനാണ്. 16 ലിറ്റർ തന്നെയുണ്ട്. ഇൻബിൽറ്റ് 16 ലിറ്റർ സ്റ്റോറേജ് ഉണ്ടാവും വിത്ത് RO UV ഫുൾ. ദാറ്റ് മീൻസ് ടോപ്പ് ആൻഡ് ഫിൽട്രേഷൻ കൂടി വരുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഓഫർ പ്രൈസിന് 9,500 റുപ്പീസിനാണ് കൊടുക്കുന്നത്, ഇൻക്ലൂഡിംഗ് ഡെലിവറി ആൻഡ് ഇൻസ്റ്റാളേഷൻ. ഇത് ആൽക്കലൈനും കൂടിയാണോ? അതെ, RO UV ആൽക്കലൈൻ വരുന്നതാണ്. ഇതിൽ നമുക്ക് വാട്ടർ സോഴ്സിനനുസരിച്ച് മേ ബി ഇപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന വെള്ളം വന്നിട്ട് കേരള വാട്ടർ അതോറിറ്റി ആണെങ്കിൽ നമ്മൾ നോർമലി സജസ്റ്റ് ചെയ്യുന്ന UV ഇസ് ഇനഫ്. UV UF ആൽക്കലൈൻ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണ്. ഇത് നമ്മൾ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും അല്ലേ? എവരിതിങ്. ഞങ്ങളുടെ മെഷീൻസ് എല്ലാം ഡെലിവറി ആൻഡ് ഇൻസ്റ്റാളേഷൻ വിത്ത് 1 year വാറന്റി പീരീഡ്, 2 ഫ്രീ സർവീസസ്, എവരിതിങ് ഞങ്ങൾ ടേക്ക് കൊടുക്കും. കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കുള്ള പ്രൊഡക്റ്റ് ആണോ ഈ ഇരിക്കുന്നത്? അതെ അതെ. അതായത് ഇത് കൊമേഴ്ഷ്യൽ എപ്പോഴും നമ്മളൊരു കസ്റ്റമറിനോട് ചോദിക്കുക അവരുടെ യൂസ് എങ്ങനെയാണെന്ന്. ദാറ്റ് മീൻസ് അവരുടെ ഔട്ട്കം, ഇത് മണിക്കൂറിൽ 20 ലിറ്റർ ആണോ, അതേ മണിക്കൂറിൽ 100 വേണോ, നിങ്ങളുടെ യൂസ് അനുസരിച്ച് ഇത് അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് 100 LPH ഒക്കെ വരുന്നത്, മണിക്കൂറിൽ 100 ലിറ്റർ പെർ അവർ വരുന്ന സിസ്റ്റമാണ്. ഒരു അവറിൽ നമുക്ക് ഔട്ട്കം 100 ലിറ്റർ പെർ അവർ കിട്ടും. ഇത് ആവശ്യാനുസരണം നമുക്ക് ചെയ്യാം. നമ്മൾ ഇൻഡസ്ട്രീസ്, ഈ ഹോട്ടൽസ് ഒക്കെ നമ്മളിപ്പോ ഒരുപാട് മന്തി ഷോപ്സ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, എല്ലാം നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏത് കൊമേഴ്ഷ്യൽ സ്പേസിലോട്ടും എവിടെയും ചെയ്യാൻ പറ്റും. ഇപ്പം ആക്ച്വലി എല്ലായിടത്തും RO ട്രീറ്റഡ് വാട്ടർ ഹോട്ടൽസ്, റെസ്റ്റോറന്റ് എല്ലാം യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ അങ്ങനെ കൺസേൺ വരുമ്പോൾ അവരുടെ ആവശ്യാനുസരണം ഓരോരുത്തർക്കും ഓരോ യൂസ് ആയിരിക്കും, അതനുസരിച്ച് ഞങ്ങൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും. ഇത് ഞങ്ങൾ നിരന്തരം കണ്ടിട്ടുള്ളതേ നമ്മുടെ എന്താ പറയാ പെട്രോൾ അടിക്കാൻ പോകുമ്പോഴാണ്. അവിടെ ഇതാണല്ലോ നിരന്തരം ഉള്ളത്. കാര്യം നോർമല് ഹോട്ട് കോൾഡ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇത് നമുക്ക് എവിടെയും ആവശ്യമുള്ളവർക്ക് ഓൾ കേരള നമുക്ക് എവിടെ ആണെങ്കിലും നമ്മൾ ചെയ്യും സപ്ലൈ. നമുക്ക് ആക്ച്വലി സെയിൽസിനേക്കാൾ ഉപരി ആഫ്റ്റർ സെയിൽ സപ്പോർട്ടാണ് കസ്റ്റമേഴ്സ്. ഇപ്പൊ ചില ബ്രാൻഡ്സുകാരൊക്കെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതിന്റെ സപ്പോർട്ട് മീൻസ് വിളിച്ചാൽ കിട്ടില്ല, അങ്ങനെ ഒരു കൺസെപ്റ്റ്. നമ്മൾ ഓൺലി ഫോർ വാട്ടർ ആണ്. സോ അവർക്ക് ഇൻ കേസ് ഏത് ബ്രാൻഡ് നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന യുറേക്ക ഫോക്സ് ഓർ കെന്റ് ഓർ ബ്ലൂ സ്റ്റാർ വാട്ട് എവർ ഇറ്റ്, ഏത് ബ്രാൻഡ് പർച്ചേസ് ചെയ്താലും ആ കസ്റ്റമറിനുള്ള ഫുൾ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് ഞങ്ങൾ തന്നെ കൊടുക്കും. അതായത് മറ്റ് ബ്രാൻഡ്സിലെ മറ്റ് ഷോപ്പുകാർ പറയും നിങ്ങൾ ആഫ്റ്റർ സെയിലിന് ശേഷം കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ കമ്പനിയാണ് സർവീസ്. നത്തിങ് ഈസ് ഞങ്ങളുടെ നിന്ന് മേടിക്കുന്ന കസ്റ്റമർ നിങ്ങളുടെ ഇൻവോയ്സിൽ ഞങ്ങളുടെ നമ്പർ ഉണ്ട്, നമ്മുടെ എക്സിക്യൂട്ടീവ് ആരാണോ സംസാരിക്കുന്നത് അവരുടെ നമ്പർ ഞങ്ങൾ വിളിച്ചാൽ മതി. വി വിൽ അറേഞ്ച് സർവീസ് ഫോർ ദം. അതെ, അക്വാഗാർഡ് ആയിക്കോട്ടെ, കെന്റ് ആയിക്കോട്ടെ, അവരെ കൊണ്ട് തന്നെ ആ ബ്രാൻഡിന്റെ സർവീസ് ഞങ്ങളാണ് അവർക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കൺസേൺ ഏരിയ ത്രൂ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. യെസ്, ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സർവീസാണ്. പലപ്പോഴും ഏത് പ്രോഡക്റ്റ് എടുത്തു എന്ന് പറഞ്ഞാലും ഇപ്പോൾ നമ്മൾ ഏത് ഇപ്പോൾ യുറേക്ക ഫോക്സ് ആയിക്കോട്ടെ, യുറേക്ക ഫോക്സിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ പേര് തന്നെ വ്യത്യാസം വന്നു അല്ലേ? അക്വാഗാർഡ് എന്ന് നമ്മൾ കേട്ടിട്ടുള്ള യുറേക്ക ഫോക്സിൻ്റെ കമ്പനിയാണ്. പിന്നെ അതുപോലെ കെന്റ്, ഏത് കമ്പനി എടുത്തെന്ന് പറഞ്ഞാലും കൃത്യമായിട്ടുള്ള സർവീസ് നിങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും അത് കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്ന, കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് എത്തിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്ന ഒരു ഫേമിനെയാണ് ബന്ധപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വാട്ടർ സ്റ്റോറിൽ നിൽക്കുന്നത്. പറഞ്ഞതുപോലെ കേരളത്തിൽ എല്ലായിടത്തും എവിടെയും വിളിക്കാം, പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഇവർ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എടുത്ത് പറയുന്നത് സർവീസാണ്. ഇപ്പോൾ ആഫ്റ്റർ സർവീസ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മളിത് കഴിക്കുന്ന വസ്തുവാണ്. ഭക്ഷണം, ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നാ പറയുക, പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നാമത്തത്. അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നേരിട്ട് വിളിച്ച് നേരിട്ട് വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ ഒരിക്കലും. അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ.